എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കുക്കിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് കാണിക്കുന്നത് സ്നോബോൾ കുക്കീസാണ്. ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്നൊരു കുക്കിയാണ്. നമ്മൾ ബേക്കറിയിലൊക്കെ കണ്ണാടി കുപ്പിയിൽ വെള്ള കളറിൽ അതിൻ്റെ മുകളിൽ കറുത്ത എള്ള് പോലെ ഇട്ടിട്ടുള്ള ഒരു കുക്കി ഉണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത് ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് 120 ഗ്രാം ബട്ടറാണ് വേണ്ടത്. 120 ഗ്രാം ബട്ടർ എന്ന് പറയുമ്പോൾ 8 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ആദ്യം തന്നെ ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡറോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ എടുക്കാവുന്നതാണ്. വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഇട്ട് ഇത് നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഹൈ സ്പീഡിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. അപ്പോൾ ബട്ടർ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കുക്കിയിൽ മുട്ട ചേർക്കില്ല, മുട്ട ചേർക്കാത്ത കുക്കിയാണ്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. കുക്കി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പൊടിച്ച പഞ്ചസാര എടുക്കുന്നതാണ് നല്ലത്. പഞ്ചസാരയും ബട്ടറും കൂടി നല്ല ക്രീമി ആവുന്ന വരെ ഒന്ന് ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. പഞ്ചസാര ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് ക്രീമി ആകണം. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ബട്ടറും വാനില എസൻസും കൂടി നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ഇടാൻ പോവാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കുക്കിക്ക്. നമ്മൾ തൊലി ഗ്രേറ്റ് ചെയ്യുമ്പം ഓറഞ്ചിൻ്റെ വെള്ള ഭാഗം വരാൻ പാടില്ല. ഓറഞ്ച് മാത്രം ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയുടെ കപ്പാണ്. മൈദ കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെറിയ സ്പീഡിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. നന്നായിട്ട് നമ്മളിപ്പോൾ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് ബദാം പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് സ്നോബോൾ കുക്കിയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ആ ടെക്സ്ചറും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബദാമിൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി 1/2 കപ്പ് മൈദയും കൂടെ ചേർത്താൽ മതി. പക്ഷേ ബദാം പൊടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് സ്നോബോൾ കുക്കീസിൻ്റെ ടെക്സ്ചർ കിട്ടുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ബീറ്ററൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പം ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ, പക്ഷേ എന്നാൽ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഇനി ഇത് നമ്മൾ ഒട്ടും ബലം കൊടുക്കാതെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കിയിട്ട് ഒരു ഉണ്ടാക്കി വെക്കുക. നമ്മൾ ഒരുപാട് ബലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കി ഹാർഡായി പോവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുക്കി വരണമെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മളതിലേക്ക് ടച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഓരോ ഉരുളകളാക്കിയതിന് ശേഷം നമ്മൾ ഉരുട്ടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ബലം കൊടുത്ത് ഉരുട്ടരുത്. ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം 2 കൈയും കൂടെ വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒട്ടും ബലം കൊടുക്കാതെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിത് ഓവനിലും ബേക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഓവനില്ലാതെയും ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവനില്ലാതെ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ പല രീതികളുണ്ട്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. കുറച്ച് അകലത്തിൽ നമ്മൾ ഓരോ കുക്കികളായിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേ സമയം നമ്മൾ അവൻ ആണെന്നുണ്ടെങ്കിൽ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. പാത്രമാണെങ്കിൽ അതും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മളിവിടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഏറ്റവും താഴത്തെ റാക്കിലാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ നമ്മൾ 20 മുതൽ 25 മിനിറ്റ് വരെ എടുത്ത് ആണ് നമ്മൾ ബേക്ക് ചെയ്തിരിക്കുന്നത്. ബേക്കായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് എടുത്ത് നോക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടോട് കൂടിയിട്ടുള്ള കുക്കിയാണ്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നാലത് മുഴുവനെ തണുക്കാനും പാടില്ല.
ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് പൊടിച്ച പഞ്ചസാരയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ സ്നോബോളും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ ഈ കുക്കി വരുന്നത്. ചെറിയ ചൂടോട് കൂടി തന്നെ മുക്കുക, എങ്കിൽ മാത്രമേ ഈ പഞ്ചസാര അതിലേക്കൊന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. എന്നാൽ ഒരുപാട് ചൂടാകാൻ പാടില്ല, ഒരുപാട് ചൂടായാൽ പഞ്ചസാര അലിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും ഈ കുക്കി. എല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ സ്നോബോൾ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കിയാണ്. അതുപോലെ തന്നെ ഇത് കടിക്കുമ്പോൾ ഇടയ്ക്ക് ആ ഓറഞ്ചിൻ്റെ സെസ്റ്റ് കിട്ടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഈ ക്രിസ്മസിന് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള ഒരു കുക്കിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്